കെനിയയിലുണ്ടായ വാഹനാപകടത്തിന്റെ ഞെട്ടലിലാണ് മരിച്ച മലയാളികളുടെ ബന്ധുക്കൾ. പാലക്കാട് മണ്ണൂരിലെ റിയയും മകൾ ടൈറയും മരിച്ചവരും അറിഞ്ഞതു മുതൽ ആ ഗ്രാമവും ബന്ധുക്കളും അടങ്ങാത്ത വേദനയിലായി. മറ്റുള്ള നടപടികൾ അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് ഒരു 3 ദിവസത്തിനകം തന്നെ ഇങ്ങോട്ട് മൃതദേഹം എത്തിക്കാനുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ച റിയയുടെ ഭർത്താവും ഒരു കുട്ടിയും ഹോസ്പിറ്റലൈസേഷനാണ്. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയയുടെ സഹോദരൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവിടെ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ സഹമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസിലേക്ക് മെയിൽ ചെയ്യുകയും ബാക്കി കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ഗീത ആഴ്ചകൾക്ക് മുമ്പാണ് കൊച്ചിയിലെ മക്കളുടെ വീട്ടിലെത്തിയത്. കൊച്ചുമകനോട് യാത്ര പറഞ്ഞാണ് ഗീത മടങ്ങിയത്. ആക്ച്വലി മമ്മി അവർ പറയുന്ന ഡെഡ് ഓൺ ദ സ്പോട്ട് ആയിരുന്നു. ഇപ്പം അവർ എയർലിഫ്റ്റ് ടു നൈറോബി അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിനകത്ത് 8 ഫീമെയിൽസാണ് ആ ആക്സിഡൻറ്റിൽ മരിച്ചത്. മമ്മിയെ ഏറ്റവും മൂത്ത്. മമ്മി 56 years ആണ്. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ പപ്പയും എൻ്റെ അനിയനും അവിടെ ഹോസ്പിറ്റലുണ്ട്. അവരാണെങ്കിൽ രണ്ടുപേർക്കും ഫ്രാക്ചേഴ്സ് ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ലേബിൾ മാത്രം സ്റ്റേബിൾ, പപ്പ മമ്മനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ്. അപ്പോൾ ആ ഏരിയ പേരും കൊണ്ട് നമ്മൾ ഗൂഗിളിൽ മൊത്തം സെർച്ച് ചെയ്തായിരുന്നു, ഹോസ്പിറ്റൽസ് അറൗണ്ട് ഏരിയ. പിന്നെ നൈറ്റ് മൊത്തം എല്ലാ ഹോസ്പിറ്റലിൽ വിളിച്ച് ഇതുപോലെ ഷോജി ഐസക് ഈ ഏജും ഗീത ഐസക് ഈ ഏജും ഉണ്ടോന്നും ചോദിച്ചായിരുന്നു.